ഹലോ, കാണുമ്പോൾ നിങ്ങൾക്കിത് പിസ്സനെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ഇന്നത് പിസ്സയല്ല. അപ്പോൾ ഐസ്മോൻ്റെ ലഞ്ച് ബോക്സിലോട്ട് പുതിയൊരു സ്നാക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രയൽ ചെയ്ത് നോക്കുന്ന ഡേ ആണെന്ന്. കാരണം അവനക്ക് ഇഷ്ടമാവുമോ നോക്കണമല്ലോ. ചുമ്മാ ഇൻസ്റ്റഗ്രാം റീൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ റെസിപ്പിയാണ്. അപ്പോൾ അത് എൻ്റേതായ വേർഷനിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സൺഫ്ലവർ ഓയിലിൽ ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ച് വരുമ്പോഴേക്കും നമുക്കൊരു മാവ് റെഡിയാക്കണം. മൈദ, മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ ആണ് കേട്ടോ. അങ്ങനെ അതിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരി മാറ്റിയിട്ട് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. കുറച്ച് സോൾട്ട് ഇട്ടു. പിന്നെ ഒരു തക്കാളി ഇട്ടു. പിന്നെ മഷ്റൂംസ് ഇട്ടു. മഷ്റൂംസ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം, അത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് സ്വീറ്റ് കോണ്, വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ, കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട്. പിന്നെ അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഐസമോൾക്ക് വലിയ ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. വേറെ മസാലപ്പൊടികളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവ് ഒന്ന് എല്ലായിടം ലെവൽ ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മാവെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. നല്ല ലോ ഫ്ലെയിമിലാവണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ മതി. 20 മിനിറ്റിന് ശേഷം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഐസ്മോന് കൊണ്ട് കൊടുത്ത് നോക്കാം. മൂപ്പരാൾ അപ്രൂവൽ കിട്ടണമല്ലോ, എന്നാലല്ലേ ലഞ്ച് ബോക്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാവും.